ഫലമായി സാക്ഷ്യം നൽകുന്നത് ആൻലിൻ മേരി മാത്യു കുര്യൻ. ഹലോ, എൻ്റെ പേര് ഗ്രേസൺ, എന്റെ വൈഫിന്റെ പേര് സ്മിത. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട് നിന്നാണ് അവർ വരുന്നത്. 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. പല ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും അതിന്റെ റിസൾട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങൾ നിയോഗം വെച്ച് ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ദമ്പതികളുടെ ധ്യാനം ഒരാഴ്ച കൂടുകയും ചെയ്തു. ദമ്പതികളുടെ ധ്യാനം കഴിഞ്ഞ അവസാനം പട്ടത്തച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവ് ഇരട്ടക്കുട്ടികളെ തന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ വൈഫ് ഗർഭിണിയായി. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോ തമ്പുരാൻ ഞങ്ങൾക്ക് ഇരട്ടക്കുട്ടികളെയാണ് തന്നിരിക്കുന്നതെന്ന് അറിഞ്ഞു. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. 10 വർഷങ്ങൾക്ക് ശേഷം ദമ്പതികളുടെ താമസയുടെ ധ്യാനത്തിൽ കൂടിയതിന്റെ ഫലമായി ദൈവം നൽകിയ അനുഗ്രഹ സമ്മാനമാണ്. ഇപ്പൊ ഇവർക്ക് ഇപ്പൊ എത്ര വയസ്സായി? 8 വർഷമായിട്ട് പാലക്കാട്ടിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റിയില്ല. എങ്കിലും ഇപ്പൊ 10 വർഷമായി കാത്തിരുന്നിട്ട് 8 വർഷമായി ഈ സാക്ഷ്യം കേൾക്കാൻ സ്വർഗം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്നിതാ സാക്ഷ്യം നൽകിയിരിക്കുകയാണ്. 2 മക്കളെ കൂട്ടിയുണ്ട്. ജോലിക്കാരാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് വരാതിരുന്നത്, അതിനാണ് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വൈകിയ വേളയിൽ വന്ന 2 പുത്രന്മാർക്കും ഇതിൽ മോനൊരു മോളാണ്. അപ്പൊ ആരാണ്? കന്യാസ്ത്രീയോ അച്ഛനോ ആവുമല്ലേ? ആരാവട്ടെ മനസ്സിൽ പറഞ്ഞ അതൊക്കെ ഇപ്പൊ കണ്ടപ്പോ 2 പേരെയും കൈയടിച്ച് കർത്താവിനെ നമുക്ക് നന്ദി പറയാം. നമുക്ക് കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ വലിയ മഹത്വം ഉണ്ടായി. സ്തുതിച്ച് പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ച് പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഞായറാഴ്ച 8-ാം തീയതി താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നു. ആവശ്യമുള്ളവർക്ക് പങ്കെടുക്കാം. സാക്ഷ്യം നൽകുന്നു നീതു. എന്റെ പേര് നീതു, വീട് മരത്താക്കര. ഞങ്ങൾ ഡെൻമാർക്കിൽ നിന്നാണ് വരുന്നത്. ഞാനും ഹസ്ബൻഡും ബഹ്റൈനിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഡെൻമാർക്കിലേക്ക് റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്തു. എന്റെ അമ്മ ഇവിടെ വന്ന് സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അവിടേക്കുള്ള റെസിഡൻസ് കാർഡ് കിട്ടി. അവിടെ ചെന്ന് എന്റെ ഹസ്ബൻഡിന് നല്ല ജോലി ലഭിച്ചു. പിന്നെ എന്റെ വീട്ടില് 3 പെൺമക്കളാണ്. അപ്പൊ അമ്മയ്ക്ക് എനിക്ക് ആദ്യമായിട്ട് ഒരു ആൺകുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് സുഖപ്രസവത്തിലൂടെ ഡെൻമാർക്കിൽ വെച്ച് എനിക്കൊരു മോനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. കുടുംബത്തിന്റെ തലമുറയ്ക്ക് ഒരു വിളക്കായിട്ട് ഒരു മകനെയും തന്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി നൽകിയ സാക്ഷ്യമാണ് കേട്ടത്. കൈകളടിച്ച നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് കണ്ണ് ഉയർത്തി അടിച്ച് സഹിച്ച് പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. സഹിച്ച് പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. സാക്ഷ്യം നൽകുന്നു എഡ്രിയേൽ. എൻ്റെ പേര് എൽസി. ഞങ്ങളുടെ വീട് SM പാർക്ക്. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോന് 2 പെൺകുട്ടികളാണ് മൂത്തത്. അങ്ങനെ അവന് താഴെ ഒരു ആൺകുട്ടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇനി മക്കളൊന്നും വേണ്ട അമ്മേ, 2 പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണെന്ന്. എങ്കിലും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വരാറുണ്ട്. അതിന്റെ ഫലമായി ഞങ്ങൾ 9 വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്ടോബർ മാസത്തിലെ പറ്റാവുന്ന കൊന്ത ചൊല്ലി ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നവംബർ മാസത്തിൽ എന്റെ മരുമകൾ ഗർഭിണിയാകുകയും ആഗസ്റ്റ് 11-ാം തീയതി ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. യേശുവേ നന്ദി. ജെറുസലേം നാഥനെ 1000 കോടികൾ നന്ദി പറയുന്നു. മഹത്വം. മാതാവിടെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് 9 ആഴ്ചകൾ മുടക്കം കൂടാതെ അപ്പനും അമ്മയും ഒന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ തലമുറയിൽ നൽകുന്നത്. കയ്യിലടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് സ്തുതിച്ച് പാടും നീ കണ്ണുനീരോടെ, നിന്റെ ദൈവം നിനക്ക് നീതി നടത്തിത്തരും. സ്തുതിച്ച് പാടും നീ കണ്ണുനീരോടെ, നിന്റെ ദൈവം നിനക്ക് നീതി നടത്തിത്തരും. സാക്ഷ്യം നൽകുന്നു ജോർജ്. ഞാൻ പപ്പയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. പേര് ശില്പ. വരുന്നത് കാലടിയിൽ നിന്നാണ്.
പപ്പയ്ക്ക് കഴിഞ്ഞ ജനുവരി മാസത്തില് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും അത് ബ്ലീഡിംഗ് മൂലം ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചെന്ന വശം തന്നെ പപ്പനെ ICUലേക്ക് കയറ്റി. പപ്പ കോമ സ്റ്റേജിലാവുകയും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല, മരുന്നുകളൊന്നും ഇതാവണം, പപ്പയ്ക്ക് ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് കൊടകരയില് പട്ടത്തച്ഛന്റെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ധ്യാനത്തിൽ പങ്കെടുക്കുകയും പട്ടത്തച്ഛനെ കണ്ട് പപ്പയുടെ ഈ വിവരം പറയുകയും ചെയ്തു. അപ്പോ പട്ടത്തച്ഛൻ പറഞ്ഞു 2 ദിവസം ഈ പീഡ ഉണ്ടാവും, 3-ാം ദിവസം പപ്പയ്ക്ക് സുഖം കിട്ടും, ഞാനൊരു തൈലം തരാം, ഇത് പപ്പേനെ ICUയിൽ കയറുമ്പോൾ ചെന്നിട്ട് നെറ്റിയിലും നാക്കിലും കാലിലും ഒക്കെ വെച്ച് ഈശോയുടെ തിരുരക്തം കൊണ്ട് സുഖപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയും പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ICUന്ന് ചേച്ചിനെ കയറ്റി കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും പപ്പ കുറച്ചേശ്ശെ പ്രതികരിക്കാനും കണ്ണു തുറക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇച്ചിരി ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, എന്നാൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് ബ്ലീഡിങ് നിൽക്കാനുള്ള ഇത് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തതോടെ പപ്പയുടെ ബ്ലീഡിങ് നിൽക്കുകയും കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും കർത്താവ് ഇന്നും ജീവനോടെ നിൽക്കുന്നു എന്നുള്ള സാക്ഷ്യത്തിന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് 1000 സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. കൈകളടിച്ചുകൊണ്ട് ജീവിതം മരണവുമായി മല്ലടിച്ച ജോർജ് ജ്യേഷ്ഠനാണ്, അപ്പച്ചനാണ് ഇപ്പോൾ അൽത്താരിൽ ഒന്ന് കരങ്ങൾ ഉയർത്തിയടിച്ച് അപ്പച്ചൻ കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും ചേർന്ന് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കുന്നു. സ്തുതിച്ച് പാടും നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ച് പാടും നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. കൺവെൻഷൻ ഗ്രൗണ്ടിൽ ജോർജേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന ഒരു കുടുംബാംഗത്തിന്റെ പ്രാർത്ഥന കേട്ടതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഒരു കുടുംബദിനത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് അനേകം പേർ വന്നിട്ടുണ്ടാകാം. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇന്ന് തീർച്ചയായിട്ടും ഒരു അത്ഭുത അഭിഷേകമാണ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾത്താരയിൽ. സാക്ഷ്യം നൽകുന്നു അഗസ്റ്റിൻ. എന്റെ പേര് ലൂസി, ഭർത്താവിന്റെ പേര് ഷാജു. ഞങ്ങൾ വരുന്നത് മാള കുണ്ടൂർ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾക്ക് 13 വർഷത്തോളം ഒരു കുഞ്ഞില്ലാതെ കഴിയുകയായിരുന്നു. ഇവിടെ 3 മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എന്റെ അപ്പച്ചൻ എല്ലാ ആഴ്ചകളും മുടങ്ങാതെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എന്റെ മേമയുടെ മകനാണ് റിജു അച്ഛൻ. അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾക്ക് 13 വർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 13 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് അഗസ്റ്റിൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെയൊക്കെ മഹത്വപ്പെടുത്ത കുടുംബസിനത്തിൽ കർത്താവി മക്കളെ കൂട്ടിക്കൊണ്ടുവന്നതിനൊത്ത് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. കരമടിച്ച് പാടും നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരമടിച്ച് പാടും നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ഏതാനും വർഷങ്ങൾക്ക് പുറത്ത് ജോൺ പോൾ മാർപ്പാപ്പ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് പിതാവ് ആശീർവദിച്ചു. ആ കുഞ്ഞ് ഇന്നൊരു പുരോഹിതനാണ്. ആ അച്ഛനെ ലൂർദ് പള്ളിയിലെ പട്ടാഭിഷേക സമയത്ത് കണ്ടുമുട്ടി. അതേ എന്നോട് കാര്യം ആവശ്യപ്പെട്ടു. അച്ഛനെടുത്ത ധാരാളം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വന്ന് വചനം ശ്രവിച്ചതിന് ശേഷം അച്ഛന്മാരായ ഞങ്ങളെയൊക്കെ ഒന്ന് കൂട്ടുവച്ചുവെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവവിളി കിട്ടുകയും പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ ഇപ്പോൾ പുരോഹിതനായോ സമാചന ചെയ്യുന്നവർക്ക് വേണ്ടി അപ്രകാരമുള്ള അമ്മമാര് അവിടെ പേര് വന്നു തന്നു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. 4-5 മാസങ്ങൾക്ക് ശേഷം അവരെ മാത്രം വിളിച്ചുകൂട്ടാൻ ആ അച്ഛന് എനിക്ക് പ്രേരണ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് ധാരാളം കുഞ്ഞുങ്ങളെ അച്ഛൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 2800 കുട്ടികളെ അച്ഛൻ എടുത്തിട്ടുണ്ട്. അച്ഛനും പനകിൽ അച്ഛൻ എടുത്തിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ വിശുദ്ധരായ വൈദ്യരായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സാക്ഷ്യത്തിലേക്ക് സാക്ഷ്യം നൽകുന്നു ഭാവിൻ ബിനോയ്. എന്റെ പേര് ടിനു, ഹസ്ബൻഡിന്റെ പേര് ബിനോയ്. ഞങ്ങൾ വരുന്നത് പൂവത്തുശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ഒരു 3 മാസത്തോളം നല്ല വോമിറ്റിംഗ് ആയിരുന്നു. പറഞ്ഞാൽ ഒരു 11 കിലോളം ഞാൻ വെയിറ്റ് കുറഞ്ഞു. ഞങ്ങൾ ഇറ്റലിയിലായിരുന്നു. എനിക്ക് അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അങ്ങനെ നാട്ടിലെത്തി 5-ാം മാസമായിരുന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് കുറവും അതുപോലെ കുട്ടിക്ക് വളർച്ച കുറവായിരുന്നു. അതുപോലെ പ്ലാസന്റെ താഴെയായിരുന്നു. ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഫ്ലൂയിഡ് കുറവ് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും 5-ാം മാസം തൊട്ടേ ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് കുട്ടീനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്.
അങ്ങനെ എന്റെ അമ്മ ജെറുസലേമിൽ വന്ന് 3 വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാമെന്നും ഞാനിവിടെ സാക്ഷ്യം നൽകാമെന്നും പറഞ്ഞിരുന്നു. അതിന്റെ ഫലമായിട്ട് ഓരോ മാസവും ഞങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഇവന് ഫ്ലൂയിഡിന്റെ അളവ് കൂടി വന്നു. അപ്പൊ ഡോക്ടർ എന്നെ പറഞ്ഞു, സാധാരണ കുട്ടി വളരുമ്പോൾ ഫ്ലൂയിഡ് കുറയാണ് ചെയ്യാറ്, പക്ഷെ ഇതെന്തോ അത്ഭുതമായിട്ട് ഫ്ലൂയിഡ് കൂടി വന്നു. അങ്ങനെ എനിക്ക് അവസാനം പ്ലാസന്റെ യഥാസ്ഥാനത്തിൽ മാറുകയും എനിക്ക് നോർമൽ ഡെലിവറി ആവുകയും ചെയ്തു. അങ്ങനെ നോർമൽ ഡെലിവറിയിൽ തന്നെ ഇവൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവന്റെ അംബ്ലിക്കൽ കോഡ് കഴുത്തിൽ 3 തവണ ചുറ്റി കിടക്കുന്നുണ്ടായിരുന്നു. അതും ഡോക്ടർ പറഞ്ഞു വളരെ അനുഗ്രഹമുള്ള കുട്ടിയും അമ്മയാണ്, കാരണം ഇങ്ങനെ സാധാരണ കോഡ് ചുറ്റി കഴിഞ്ഞാൽ സിസേറിയൻ വേണ്ടി വരും. ഇങ്ങനെ നോർമൽ ഡെലിവറി ആകുമ്പോൾ എനിക്കും അല്ലെങ്കിൽ കുഞ്ഞിനും എന്തെങ്കിലും അപകടം പറ്റി, യാതൊരു അപകടവും പറ്റിയില്ല. അതിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഗർഭപാത്രത്തിൽ വെള്ളമില്ലാത്തതിന്റെ പേരിൽ ഒത്തിരിയേറെ ക്ലേശം അനുഭവിച്ച് ഇറ്റലിയിൽ നിന്നും കേരളത്തിൽ വന്ന് ഓരോ മാസം തോറും പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഗർഭപാത്രത്തിൽ വെള്ളം കൂടി വരുന്നു. ഇതൊരു അത്ഭുതമാണെന്നാണ് പറയുന്നത്. മാത്രമല്ല കഴുത്തിൽ ഇങ്ങനെ കുടല് ചുറ്റി ഇങ്ങനെ വരുന്ന അതിനുശേഷം സുഖപ്രസവം എന്ന് പറയുന്നത് നോർമൽ അല്ല. ഇതൊരു ദൈവിക ശിശുവാണ്. സുഖമായിട്ട് കിടന്നുറങ്ങണം. ഈ ബഹളമൊന്നും ഇവൻ അറിയുന്നില്ല. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് കർത്താവിന് നമുക്ക് നന്ദി പറയാം. കൈ ഉയർത്തി അടിച്ച് സ്തുതിച്ച് പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ച് പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സാക്ഷ്യം നൽകുന്നു ലീന ജോസ്, ഇവിടുത്തെ പ്രേക്ഷിതയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അതിലൂടെയാണ് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനിടയായത്. അതിന്റെ ഫലമായി ഈശോ ഞങ്ങൾക്ക് 3 മക്കളെ നൽകി അനുഗ്രഹിച്ചു. ഞങ്ങളുടെ 3 മക്കളെയും ഈ ജെറുസലേം വചന കൂടാരത്തില് കുഞ്ഞുനാളില് ഞാൻ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമായിരുന്നു. അതിൽ 2ാമത്തെ മകൾക്ക് അസുഖമായിരുന്നു, ഹാർട്ടിന്റെ വാൽവിന് ദ്വാരമായിരുന്നു. ആ അവസ്ഥയിലൂടെയാണ് കൂടുതൽ ഇവിടെ കടന്നു വരാനിടയായത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ മകൾ ഓപ്പറേഷൻ കൂടാതെ തന്നെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അതുപോലെ 3 കുഞ്ഞുമക്കളും ബാലപ്രേക്ഷിതരായിരുന്നു. കുഞ്ഞുനാളിലെ ഈശോ കൊടുത്തിരുന്ന ആ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് 3 പേരും ദൈവവേലയ്ക്കായി ഇറങ്ങി തിരിച്ചു. ഏത് കോൺഗ്രിഗേഷനിലല്ലേ? ഓരോരുത്തർ. മൂത്ത മകള് മൗണ്ട് കാൽവരി. ആരാണ് മൂത്ത മകള്? ഇതാണ് മൂത്ത മകള്. ആ സിസ്റ്ററിന്റെ പേരെന്ന് പറഞ്ഞോ. സിസ്റ്റർ മരിയ ജിസല്ല. 2ാമത്തെ മകള് സിസ്റ്റർ ബ്ലെസ്സി തെരേസ്, ഹോളി ഫാമിലി കോൺഗ്രിഗേഷനില്. 3ാമത്തെ മകൻ കർമ്മലീത്ത 1ാം സഭ OCD സഭയാണ്. അതിലിപ്പോൾ വൈദിക പരിശീലനത്തിന്റെ 7ാം വർഷമാണ്. ഫിലോസഫി 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, 3 മക്കളെ ദൈവം നൽകി. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ സങ്കടം തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവം ആവശ്യപ്പെട്ടു തന്റെ മക്കളെ 3 പേരെയും ദൈവവേലയ്ക്കായി ശുശ്രൂഷയ്ക്ക് കൊടുത്ത ഒരു പ്രേക്ഷിത ദൈവവിളി കുടുംബമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കൈകളടിച്ച് ആഘോഷത്തോടെ കൈകളടിച്ച് അവർക്ക് ആഹ എന്റെ ദൈവമേ